ഗം ഗണപതയേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. 2026 ജൂൺ മാസം 18-ാം തീയതി പൂയം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്നു വരുന്ന പുണ്യദിനമാണ്. ഈ പ്രത്യേക പുണ്യയോഗത്തെ ഗുരുപുഷ്യയോഗം എന്ന് പറയും. ലൗകികവും അതുപോലെ തന്നെ ആത്മീയവുമായ എന്ത് കാര്യങ്ങൾ തുടങ്ങുന്നതിനും ഏറ്റവും നല്ല ദിനമാണ്. വ്യാഴാഴ്ച ദിനത്തിൻ്റെ അധിപൻ ദേവഗുരുവായ ബൃഹസ്പതി അഥവാ വ്യാഴമാണെന്ന് നമുക്കറിയാമല്ലോ. ഗുരു എന്നും പറയുന്ന വ്യാഴം തന്നെയാണ് പൂയം നക്ഷത്രത്തിൻ്റെ അധിപൻ. അതുകൊണ്ട് തന്നെ നാളത്തെ ദിനം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനും പുതിയ കോഴ്സുകൾ പഠിക്കാൻ തുടങ്ങുന്നതിനും അതുപോലെ തന്നെ മന്ത്രസാധനകൾ തുടങ്ങുന്നതിനും നാളത്തെ ദിനം ഉത്തമമാണ്. മഹാലക്ഷ്മിയുടെയും ബൃഹസ്പതിയുടെയും അനുഗ്രഹം ചൊരിയുന്ന ദിനമാണ് നാളത്തെ പുണ്യദിനം. മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് ശുക്ലപക്ഷ വിനായക ചതുർത്ഥി കൂടി നാളെ ഉണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഗുരുപുഷ്യയോഗ ദിനം ഗൃഹത്തിലും ജോലിസ്ഥലത്തും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകാനായി മഹാലക്ഷ്മിയെയും ദേവഗുരുവായ വ്യാഴഭഗവാനെയും പ്രീതിപ്പെടുത്തുന്ന പൂജകളും പ്രാർത്ഥനകളും ആണ് ചെയ്യേണ്ടത്. കർക്കടകം രാശിയിലുള്ള പൂയം നക്ഷത്രത്തിൽ ഗുരുഭഗവാൻ വളരെയധികം ബലവാനാണ്. അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്നു വരുന്ന നാളത്തെ ദിനം ചെയ്യുന്ന പൂജകൾക്കും നടത്തുന്ന പ്രാർത്ഥനകൾക്കും ഇരട്ടി ഫലമാണ്. നാളത്തെ ദിനം തുടങ്ങുന്ന എന്തു കാര്യവും വിജയപ്രദമായി തീരുകയും ചെയ്യും. മറ്റൊരു ദിവസവും പ്രാർത്ഥനകളും പൂജകളും നാമജപങ്ങളും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും പൂയം നക്ഷത്രം വരുന്ന ദിവസം, പ്രത്യേകിച്ചും ഗുരുപുഷ്യയോഗം വരുന്ന ദിവസം ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ജൂൺ 17 ഉച്ചകഴിഞ്ഞ് 1:36 മുതൽ ജൂൺ 18 രാവിലെ 11:32 വരെയാണ് പൂയം നക്ഷത്രം. അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രവുമായി ബന്ധപ്പെട്ട പൂജകളും വഴിപാടുകളും നാളെ രാവിലെ 11:30 മുൻപായി തന്നെ ചെയ്യുക. പൂജകൾ ഗുരുഹോര സമയത്ത് ചെയ്താൽ അതാണ് ഏറ്റവും ഉത്തമം. നാളെ ഗുരുഹോര സമയങ്ങൾ വരുന്നത് രാവിലെ 6:04 മുതൽ 7:07 വരെയും ഉച്ചയ്ക്ക് ശേഷം 1:13 മുതൽ 2:18 വരെയുമാണ്. എങ്കിലും പൂയം നക്ഷത്രം രാവിലെ 11:30 തീരുന്നതിനാൽ രാവിലെയുള്ള ഗുരുഹോര സമയത്ത് തന്നെ പൂയം നക്ഷത്ര പൂജകളും വഴിപാടുകളും ചെയ്യുക. നാളത്തെ ദിനം മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഒരുമിച്ച് ആരാധിക്കുന്നത് വഴി ദാരിദ്ര്യ ദുഃഖങ്ങൾ ഇല്ലാതാവുകയും ഐശ്വര്യമുണ്ടാവുകയും ചെയ്യും. മഹാവിഷ്ണു മഹാലക്ഷ്മി നാമങ്ങൾ, സ്തുതികൾ എന്നിവ ജപിക്കുക. ഭാഗ്യസൂക്തം ജപിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി നടത്തുകയോ ചെയ്യുക. ഭാഗ്യസൂക്തം അർത്ഥം വിവരിച്ച് വരികൾ സഹിതമുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് മനസ്സിലാക്കി ചൊല്ലാൻ പഠിക്കുക. നാളത്തെ ദിനം ഓം നമോ ഭഗവതേ വാസുദേവായ, അതുപോലെ തന്നെ ഓം ശ്രീ മഹാലക്ഷ്മിയേ നമോ നമ എന്നീ മന്ത്രങ്ങൾ 108 തവണ വീതം ജപിക്കുന്നത് ഒരുപാട് നല്ല ഫലങ്ങൾ നൽകും. പൂയം നക്ഷത്ര ദിവസമായതിനാൽ നാളത്തെ ദിനം ഇനി പറയുന്ന മന്ത്രം 108 തവണ ചൊല്ലി അർച്ചന നടത്തുന്നത് ജീവിതത്തിൽ ശ്രേയസ് വർദ്ധിപ്പിക്കും. ശ്രീവത്സവക്ഷസം ശ്രീശം ശ്രീലോലം ശ്രീകരം ഗ്രഹം ശ്രീമന്തം ശ്രീനിധിം ശ്രേഷ്ഠ്യം ശ്രീനിവാസം ഭജേന്നിശം. അതിനായി പൂയം നക്ഷത്രത്തിൻ്റെ പുഷ്പമായ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും ഇഷ്ടപുഷ്പമായ താമര കൊണ്ടുള്ള ഒരു മാല മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അല്ലെങ്കിൽ ലക്ഷ്മി നാരായണൻ്റെ ചിത്രത്തിൽ ചാർത്തുക. ഇനി ഭഗവാന്റെയും ഭഗവതിയുടെയും ചിത്രങ്ങളില്ലെങ്കിൽ നെയ്യൊഴിച്ച് തെളിയിച്ച നിലവിളക്കിന് മുൻപിൽ ഒരു തട്ടത്തിലോ വാഴയിലയിലോ താമരപ്പൂ വെച്ച ശേഷം 108 തവണ ഈ മന്ത്രം ചൊല്ലി അർച്ചന നടത്തുക. നാളത്തെ ദിനം ബൃഹസ്പതിയുടെ അഥവാ ഗുരുവിൻ്റെ ദിനമായതിനാൽ ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിലോ
നവഗ്രഹ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. അതുപോലെ ദാനങ്ങൾ നൽകുന്നത് വഴി ജാതകത്തിലെ വ്യാഴദോഷങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. നാളെ ചതുർത്ഥി കൂടി വരുന്നതിനാൽ ഗണപതി ഭഗവാനെ പ്രസാദിപ്പിച്ച് പൂജകൾ ചെയ്താൽ പ്രത്യേക ഫലങ്ങളാണ്. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യന് ജലം സമർപ്പിച്ച് പൂജാമുറിയിൽ ഗണപതിക്ക് മുന്നിൽ ദീപം തെളിയിച്ച് തുടച്ച് വൃത്തിയാക്കിയ ഗണപതി വിഗ്രഹത്തിൽ കറുകമാല ചാർത്തി ഗണപതിക്ക് ഇഷ്ടപ്പെട്ട മോദകമോ മധുരമോ പഴങ്ങളോ സമർപ്പിച്ച് ഓം ഗം ഗണപതയേ നമോ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. കൂടാതെ മറ്റു ഗണപതി മന്ത്രങ്ങളും ജപിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി വിഘ്നേശ്വരൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറുകയും നമ്മുടെ മറ്റു ദുരിതങ്ങളെല്ലാം മാറുകയും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പൂജകളും വഴിപാടും ഫലവത്തായി തീരുകയും ചെയ്യും. എല്ലാവർക്കും വിഘ്നേശ്വരൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും വ്യാഴഭഗവാന്റെയും അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.